ആശുപത്രിവാസം സ്വയം തീരുമാനിച്ച് ICUവിലാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സന്ദർശനം നടത്തി വധിക്കാൻ ശ്രമിച്ചുവെന്ന് പാർട്ടി നേതാക്കന്മാരെ കൊണ്ട് പത്രസമ്മേളനം നടത്തി കഴുത്തു പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് ഒടിച്ചു, തിരിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് പത്രസമ്മേളനം നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മനുഷ്യരുടെ യഥാർത്ഥ വേദന അത് തിരിച്ചറിയാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ? ഇനിയെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാവണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം. ഇവിടെ ഇതാ തോടന്നൂരിൽ ഒരു KSU നേതാവിന്റെ ഒരു ജനാധിപത്യ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഒരു KSU നേതാവിന്റെ വീട്ടിലേക്ക് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബെറിഞ്ഞ് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചവരെ ചോറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ന്യായമായും അതിന്റെ പിന്നിൽ CPM തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എറിഞ്ഞത് ആരാണെന്നുള്ളതിന്റെ സൂചനകൾ പോലീസിനോട് ഈ കുടുംബവും പറഞ്ഞിട്ടുണ്ട്. ഇതും രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ പട്ടികയിൽ വരുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ അക്രമങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പദവിയിലിരുന്ന് താങ്കൾ കൊടുത്ത പ്രോത്സാഹനമല്ലേ ഈ പരമ്പരകൾക്ക് കാരണമായി തീരുന്നത്? നിങ്ങളുടെ പോലീസിന്റെ പാർട്ടി ഇടപെടൽ മൂലമുള്ള, പാർട്ടി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രമുള്ള അവരുടെ വീഴ്ചകളുടെ പേരിലല്ലേ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നത്? നിങ്ങൾ കാണണം, ഫേസ്ബുക്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വിതുൽ ബാലൻ എന്ന KSU നേതാവിനെതിരായിട്ട് വടകര സഖാക്കളും ഇവിടുത്തെ സഖാക്കളും ഒക്കെ കൂടി ഇടുന്ന പോസ്റ്റ് അഡ്വാൻസ് ആദരാഞ്ജലികളാണ് ഇടുന്നത്. അഡ്വാൻസ് ആദരാഞ്ജലികൾ എന്തിനാ? ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന്റെ പേരില? മനുഷ്യരുടെ കൈയും ജീവനും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില അഡ്വാൻസ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സഖാക്കന്മാർ. അവന്റെ കമന്റ് ബോക്സിൽ വന്ന് നീ തീർന്നു എന്ന് പറയുന്നവർ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, നീ അവസാനിച്ചു എന്ന് പരസ്യമായി പച്ചക്ക് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പേരില? ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് എത്ര പേർക്ക് അഡ്വാൻസ് ആദരാഞ്ജലികൾ കേരളത്തിൽ പൊതുസമൂഹം നേർന്നിട്ടുണ്ട്? എത്ര പേരുടെ വീട്ടിൽ ബോംബ് എറിഞ്ഞിട്ടുണ്ട്? പരമ്പരകൾ എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. എന്റെ കയ്യിലുള്ളത് ഒരു FIR ആണ്. പിണറായി വിജയന്റെ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR. അതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 8/6/2024 രാത്രി 12 മണി കഴിഞ്ഞ് 5 മിനിറ്റും കഴിഞ്ഞ് ബാലൻ എന്ന് പറയുന്ന, ബാബു എന്ന് പറയുന്ന, മുതുവീട്ടിൽ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, മുതുവീട്ടിൽ വിഷ്ണു എന്ന് പറയുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ, നിങ്ങൾ ആലൊക്കെ FIR-ൽ പറയുന്നതാണ്, കരുവഞ്ചേരി എന്ന സ്ഥലത്തെ മുതുവീട്ടിൽ എന്ന വീട്ടിലേക്ക് ബൈക്കിലെത്തിയ DYFI പ്രവർത്തകരായ 1 മുതൽ 2 കൂടിയ പ്രതികൾ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി കൈവശം വെച്ച സ്ഫോടക വസ്തു വീടിന്റെ മുകൾ നിലയിലേക്ക് എറിഞ്ഞതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIR. ചെറിയ കുട്ടിയടക്കം കിടന്നുറങ്ങുന്ന ഒരു വീട്ടിലേക്ക് രാത്രി 12 മണി കഴിഞ്ഞ് ബോംബെറിഞ്ഞതിന്റെ പേരിൽ ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ഇന്നേ വരെ ഒരു പ്രതിയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസ് ഇതുവരെ മെനക്കെട്ടിട്ടുണ്ടോ? ഒരാളെയെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? 2, കക്കട്ടിൽ RMP നേതാവായിരുന്ന പൊക്കൻ എന്ന് പറയുന്ന സഖാവിന്റെ വീട്ടിലേക്ക് കുഞ്ഞു കുട്ടികളടക്കമുള്ള കുടുംബം വിറങ്ങലിച്ചു നിന്ന് പേടിച്ച് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ചില്ലുകൾ തകർന്ന് അതിനകത്തേക്ക് പോയി വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ആളുറങ്ങുന്ന വീടുകളിലേക്കും മുറികളിലേക്കും എറിഞ്ഞിട്ട് ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ, ഒരാൾക്കെതിരെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പോലീസ് തയ്യാറായിട്ടുണ്ടോ?
3, മൊകേരിയിലെ വനിതാ ലീഗ് നേതാവ് സാജിദയുടെ വീട്ടിലേക്ക് ഇതുപോലെ ബോംബെറിഞ്ഞിട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഇപ്പൊ കോൺഗ്രസ്, ലീഗ്, RMP, UDF പ്രവർത്തകരുടെ വീടുകളിലേക്ക് നിരന്തരം ഇവിടെ ബോംബെറിഞ്ഞിട്ട് അതിൽ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ ആ ബോംബെറിഞ്ഞതിന് പിന്തുണയുമായി നിന്ന പോലീസിന്റെ, അതിന് നിർദ്ദേശം കൊടുത്ത CPM-ന്റെ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥതയോടെയാണ് ഇപ്പൊ ഇതാ വീണ്ടും ഒരു വീട്ടിലേക്കും കൂടെ ബോംബെറിഞ്ഞിട്ട് ആളുകളെ അപായപ്പെടുത്താൻ CPM-ന്റെ ക്രിമിനലുകൾ ശ്രമിക്കുന്നത്. എന്താ ഈ പ്രദേശത്തെ പോലീസിന്റെ പണി? നിങ്ങൾക്കറിയാം പേരാമ്പ്രയിലെ ഇൻസിഡന്റ്. പോലീസിന്റെ പണി എന്താ? പോലീസ് CPM-ന്റെ അക്രമങ്ങളുടെ പോഷക സംഘടനയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. DYFI-യും SFI-യും CIT-യും എന്നൊക്കെ പറയുന്ന പോലെയാണോ ഈ മേഖലയിലെ പോലീസിന്റെ ഉത്തരവാദിത്തം? നിങ്ങളിട്ട FIR ആണ്. ഇനി അത് പോട്ടെ, ഈ വിതുൽ എന്ന് പറയുന്ന KSU നേതാവ് ഇതിനു മുമ്പ് നേരിടേണ്ടി വന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് പോലീസിന്റെ FIR നിങ്ങൾ കാണുക. 29/1/2025 രാത്രി 1:30 ഈ ഇരുട്ടിന്റെ സന്തതികളായ ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന അതിക്രമങ്ങൾ. രാത്രി 1:30 അന്യായക്കാരനും സുഹൃത്തുക്കളും ധർമ്മടാംശം പാലയാട് എന്ന സ്ഥലത്ത് വിനോദൻ എന്നയാളുടെ വീടിന്റെ 2ാം നിലയിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചു വരുന്ന മുറിയിലേക്ക് 8ഓളം വരുന്ന പ്രതികൾ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ കരുതലോടും കൂടി മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കടന്ന് അന്യായക്കാരനെ ഇരുമ്പ് വടി കൊണ്ടും മരവടി കൊണ്ടും കൈക്കും കാലിനും അടിക്കുകയും പൽചക്രം കൊണ്ട് ഘടിപ്പിച്ച ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചത് കൈകൊണ്ട് തടുത്തതിൽ കൈക്ക് പരിക്ക് പറ്റുകയും കൈകൊണ്ട് തടുത്തില്ലായിരുന്നെങ്കിൽ തലക്കടി കൊണ്ട് മരണം വരെ സംഭവിക്കുമായിരുന്നു എന്ന് പിണറായി വിജയന്റെ പോലീസ് ഇട്ട FIR-ൽ പറയുന്നത്. ഈ വീട്ടിലെ അതുൽ എന്ന് പറയുന്ന ഒരു KSU-കാരൻ, വിതുൽ ബാലൻ എന്ന് പറയുന്ന ഒരു KSU-കാരൻ മണ്ഡലം ഏതാണെന്ന് ഞാൻ പറയണോ? ഇനി പാർട്ടി സെക്രട്ടറിയോട് ചോദ്യം. ഇല്ലാത്ത അക്രമത്തിന്റെ പേരിൽ പാർട്ടി ഓഫീസുകൾക്ക് തീയിടുന്നു, പാർട്ടി ഓഫീസുകൾ തകർക്കുന്നു, സ്തൂപകൾ തകർക്കുന്നു. 3 മണിക്ക് നടന്ന ഇൻസിഡന്റിനെ സംബന്ധിച്ച് കേരളത്തിലെ CPM-ന്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, അവിടുന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കഴുത്തു പിടിച്ച് തിരിച്ചു. നിങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തല്ലേ, കൈകൾ പിടിച്ച് തിരിച്ചു. എവിടെയാണ് ഗോവിന്ദമാഷെ? ഏതെങ്കിലും കേരളത്തിലെ കാഴ്ചയുള്ള ഒരാള് ആരോഗ്യമന്ത്രിയുടെ കഴുത്തു പിടിച്ച് തിരിക്കുന്നത് കണ്ടോ? കൈകൾ പിടിച്ച് തിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ വേണ്ട, നിങ്ങൾ കണ്ടോ? പട്ടാപ്പകൽ അത്രയും ആളുകളുടെ മുമ്പിൽ നടന്നൊരു ഇൻസിഡന്റ് വീണ്ടും സമരക്കാരുടെ തലയിൽ വെക്കാൻ അവസാനം വീണ്ടും ഒരു കള്ള ദൃശ്യവുമായി വന്നു. ഇതാ കറുത്ത തുണിയും കൊണ്ട് സമരക്കാരൻ മന്ത്രിയുടെ കഴുത്തിനെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കള്ളപ്രചരണം. അതും ഒന്നും കൂടെ വിശദീകരിച്ച് നോക്കിയപ്പോ അത് മന്ത്രിയുടെ ഗൺമാൻ, കറുപ്പ് ഷർട്ടും തോളിലെ ബാഗിന്റെ വള്ളിയും ഉൾപ്പെടെയുള്ള മന്ത്രിയുടെ ഗൺമാൻ മന്ത്രിയുടെ കഴുത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ KSU-കാരന്റെ വീടിന് നേരെ ബോംബെറിയലല്ല വേണ്ടതെന്ന് CPM-ന്റെ പാർട്ടി സെക്രട്ടറി അണികളോട് പറയണം. ഇതിന്റെ പേരിൽ നടക്കുന്ന, സത്യം പറഞ്ഞാൽ കലാപാഹ്വാനത്തിന് ഗോവിന്ദമാഷ്ക്കെതിരെ കേസെടുക്കണം. ഇതിന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ, ഇല്ലാത്തൊരു അക്രമത്തിന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ കലാപങ്ങൾക്കും ഗോവിന്ദമാഷ് ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരാണ് ഉത്തരവാദികൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവിയും ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് വരാത്തതിന്റെ നിരാശയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും തുടർച്ചയായി ഉണ്ടാവുന്ന പരാജയം, ഭരണം നഷ്ടപ്പെടും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അടുത്ത പോയിന്റ് CPM-ന്റെ പ്രവർത്തകരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ പാർട്ടിയോട് തോന്നിയ മടുപ്പിനെ, അതിനെ മറച്ചു പിടിക്കാൻ ഇല്ലാ കഥകളിറക്കി നിങ്ങളെ തെരുവിലിറക്കി അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, പ്രകോപനം സൃഷ്ടിക്കുന്ന നിങ്ങളുടെ നേതൃത്വത്തെ തിരുത്താൻ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ പ്രവർത്തകർ തയ്യാറാവേണ്ട കാലമാണ്.
CPM പ്രവർത്തകർ ഈ കള്ളത്തരം പറയുന്ന നേതാക്കന്മാരുടെ ഗുണ്ടകളാവാനില്ല എന്ന് ആർജവത്തോടെ പറയേണ്ട കാലമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം CPM സെക്രട്ടറിയോട് ചോദിക്കുന്നു. ഒരു കരിങ്കൊടി കാണിച്ചതിനാണെങ്കിൽ ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ അഡ്വാൻസ് ആദരാഞ്ജലികൾ നേരുന്നതെങ്കിൽ, 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ്, ഒരു കറുത്ത തുണിയുമായി 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് വിതുൽ ബാലൻ എന്ന KSU പ്രവർത്തകനോട്, അതുൽ എന്ന KSU നേതാവിനോട് അഡ്വാൻസ് ആദരാഞ്ജലികൾ നിങ്ങൾ നേരുന്നതെങ്കിൽ, അതിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരുടെ പ്രായമായ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് കേരളത്തിലെ ഏതെങ്കിലും CPM പ്രവർത്തകരുടെ വീട്ടിൽ ആരെങ്കിലും ബോംബെറിഞ്ഞോ? ആരെങ്കിലും ബോംബെറിഞ്ഞോ? ഇനി അടുത്തത് പാർട്ടിയോട് തന്നെ ചോദിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടക്ക് പാനൂരിലെ ഷെറിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചു. ബോംബ് നിർമ്മിക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടിത്തെറിച്ചിട്ട് മരിച്ചു. പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് അന്ന് പ്രസംഗിച്ചവർ, സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങൾ ആരും ബന്ധം ആരോപിച്ചിട്ടില്ല. പക്ഷേ ആരൊക്കെയാണ് ഫോട്ടോ എടുക്കുന്ന അറിയില്ല, അത് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആള് എന്ന് അന്ന് പ്രസംഗിച്ച ആളുകൾ, ഈ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച ആ ഷെറിന്റെ അനുസ്മരണം കഴിഞ്ഞ ദിവസം CPMന്റെ അവിടുത്തെ പ്രാദേശിക ഘടകം നേരിട്ട് നടത്തിയില്ലേ? എങ്ങനെ പിന്നെ പാർട്ടിയുമായിട്ടൊരു ബന്ധം വന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും UDF പ്രവർത്തകരോട് പക തോന്നുമ്പോൾ ആവശ്യത്തിന് എടുത്തുപയോഗിക്കാൻ എവിടെയാണ് ഈ ബോംബിന്റെ നിർമ്മാണം നടക്കുന്നത്? എവിടെയാണ് ഇത് സ്റ്റോക്ക് ചെയ്യുന്നത്? എന്താണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അത് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? എന്താണ് നടപടികൾ എടുക്കാത്തത്? ബോംബ് പൊട്ടി ഒരാൾ മരിച്ചിട്ട് പോലും എന്താ നടപടി എടുക്കാത്തത്? ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇലക്ഷൻ അഴിയൂരിൽ കഴിഞ്ഞപ്പോ അറിയാതെ വോട്ടൊന്ന് മാറിപ്പോയ LDFിലെ തന്നെ ഒരു പാർട്ടി അംഗത്തിന്റെ വീട് തല്ലി തകർത്ത് അവിടെ സ്റ്റീൽ ബോംബ് കൊണ്ടുവച്ച കേസിൽ എത്ര പ്രതികളെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തു? വീട് ആക്രമിച്ച് അവിടെ സ്റ്റീൽ ബോംബ് കൊണ്ടുവച്ച കേസിൽ എത്ര പ്രതികളെ അറസ്റ്റ് ചെയ്തു? CPM ക്രിമിനലുകൾ ബോംബെറിഞ്ഞാൽ പോലും വിരലനക്കാത്തൊരു പോലീസ് സംവിധാനം ഈ നാടിന്റെ സമാധാനത്തെ, സ്വസ്ഥതയെ കെടുത്തുമ്പോൾ എൻ്റെ അവസാനത്തെ അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങളോടാണ്, ഈ കെടുതിയെ ഇനി നമുക്ക് തുടരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. നാടിന്റെ സമാധാനത്തെ കെടുത്തുകയാണത്. ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെയൊക്കെ മേലെ വല്ലാതെ കെട്ടിവെച്ച് അടച്ചാക്ഷേപിച്ച ഈ നാടിനെ തമ്മിൽ തല്ലിക്കാൻ ഇറക്കിയ കാഫിർ സ്ക്രീൻഷോട്ടിലെ പ്രതികളെ എന്താ കേരളത്തിന്റെ പോലീസ് കണ്ടെത്താത്തത്? എന്തേ അന്വേഷണം DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിൽ ചെന്ന് നിന്നത്? ക്രിമിനൽ സംഘങ്ങളെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് പാർട്ടിയും പോലീസും. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആള് പറയുന്നു, മനസ്സിൽ ചില ഇന്റർവ്യൂവിൽ പറയുന്നു, മനസ്സിൽ സന്യാസമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതായിട്ട് എവിടെയൊക്കെ വായിച്ചു. ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോട് ഒരു തരിയെങ്കിലും കൂറുണ്ടോ? മനുഷ്യത്വം എന്ന് പറയുന്ന വാക്കിനോട് എന്തെങ്കിലും അർത്ഥം കൽപ്പിക്കാൻ ഈ ഭരണകൂടം തയ്യാറില്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. DYFIയുടെയും SFIയുടെയും സഹപ്രവർത്തകരോട്, നിങ്ങളുടെ ഒരു നേതാവിനെ പാലക്കാട്ട് ഒരു ചാനൽ ചർച്ചക്കിടെ നെഞ്ചത്ത് പിടിച്ച് തള്ളി കവിളത്ത് തല്ലാൻ നോക്കിയ ഒരു BJP നേതാവ്, ആ ദൃശ്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടു. ഒരു സ്തൂപം നിങ്ങൾ BJPയുടെ തകർക്കുന്നില്ല. ഒരു BJP നേതാവിന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ബോംബെറിയണ്ട. ഒരാൾക്കും നിങ്ങൾ അഡ്വാൻസ് ആദരാഞ്ജലികൾ നേരണ്ട. കാരണം എന്താ? BJPയെ നോവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നിങ്ങളോട് എന്തു ആവാം. ഇവിടെ ഒരു ജനാധിപത്യ സമരം നടത്തിയ 2 ചെറുപ്പക്കാർ ഒരു കരിങ്കൊടി പ്രകടനം നടത്തിയതിന് വീട്ടിലേക്ക് ബോംബാണ്. ഇവിടുത്തെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ
ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ചാറ്റിൽ ഇവന്റെ വീട് എവിടെയാണ് എന്ന് സ്ഥിരീകരിച്ചു കൊടുക്കുന്ന ചാറ്റിന്റെ ദൃശ്യങ്ങൾ ഇത് ശരിയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്താണെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടാവില്ലല്ലോ. അവര് തന്നെ പുറത്തുവിട്ടതാവുമല്ലോ ഇതിനോട് യോജിപ്പില്ലാത്ത ആളുകൾ. ശരിയാണോ അല്ലേന്ന് പോലീസ് പരിശോധിക്കട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജനങ്ങളോട് ഞങ്ങളുടെ അഭ്യർത്ഥന, ഈ കെടുതിയെ ഇനി തുടരാൻ അനുവദിച്ചുകൂടാ. ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഭരണത്തിൻ്റെ മാത്രം ആരാധകരായിട്ടൊരു സംഘം മാറിയപ്പോൾ അതിനെതിരായി വരുന്ന കാര്യങ്ങളോടുള്ള അസഹിഷ്ണുതയും അസ്വസ്ഥതയും എല്ലാ അതിരുകളും ലംഘിക്കുകയാണ്. ഒരു മന്ത്രി തന്നെ നേരിട്ട് കള്ളപ്രചരണത്തിന് നേതൃത്വം നൽകുക, മുഖ്യമന്ത്രി ആ തിരക്കഥയിൽ വേഷം അഭിനയിക്കുക, പാർട്ടി സെക്രട്ടറി ആ തിരക്കഥയിലെ കലാപാഹ്വാനത്തിന് നേതൃത്വം നൽകുക. കേരളത്തിലെ ഏതെങ്കിലും മൂക്ക് താഴ്ത്തോട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ കേരളത്തിൽ അവിടെ ഒരു അക്രമം നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? സമരക്കാർ മന്ത്രി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും പാർട്ടികളുടെ വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ നിങ്ങളും കണ്ണു തുറന്ന് കണ്ടതാണ്. ചില ചാനലുകളെല്ലാം ഞങ്ങൾ കണ്ടു. ആ യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യാൻ ആർജവം കാണിച്ച ചില ചാനലുകൾ. കേരളത്തിന് വേണ്ടി സത്യം സത്യമായി പറയാനും അത് ചർച്ച ചെയ്യാനും നിങ്ങളും തയ്യാറാവണം. ഇതിനെന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ആ ബോംബ് സ്ഫോടനത്തിന്റെ ശേഷി നിങ്ങൾ കണ്ടതാണ്. ആ കട്ടിൽ ജനലോട് ചേർത്ത് കിടന്നുറങ്ങുന്ന ഒരു കുടുംബത്തിന് എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം. ആദ്യത്തെ ബോംബ് ഞാൻ മനസ്സിലാക്കിയത് CCTV ഇങ്ങനെ നോക്കിയിട്ടാണ് എറിഞ്ഞിരിക്കുന്നത്. അത് എറിഞ്ഞിട്ട് അത് പൊട്ടാതായപ്പോഴാണ് CCTVക്ക് അപകടം ചെറുതായിട്ട് ഉന്നം തെറ്റി. എന്നിട്ട് അതിൻ്റെ മേലെ തട്ടിയിട്ട് ആ കോൺക്രീറ്റ് പാളികളും ഓടും ചില്ലും ഇപ്പുറത്തെ ചില്ലും ഒക്കെ തകർന്നത് നിങ്ങൾ കണ്ടതാണ്. ഈ കാടത്തം കേരളീയ പൊതുസമൂഹം ചോദ്യം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ഇനി ഇതുവരെയുള്ള ബോംബ് കേസിനെ പോലെ തന്നെയാണ് പോലീസ് ഇതിനെയും ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇത് തന്നെയാണ് പോലീസിന്റെ രീതിയെങ്കിൽ രണ്ട് കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഒന്ന്, സമരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകും, അത് പറയാതിരിക്കാൻ കഴിയില്ല, ആരെയും ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ട്, കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്താൽ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നാൽ ബോംബെറിയവന് കൂട്ടുനിൽക്കുന്നവൻ അതിൽ നടപടി ഉണ്ടായിട്ട്, ഞാൻ മണിയൂർ കേസിലെ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ സാറേ ഞങ്ങൾക്ക് കൃത്യമായ ലീഡ് കിട്ടിയിട്ടുണ്ടാവും, ഉടനെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് നേരിട്ട് എന്നോട് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അവർക്ക് ലീഡ് കിട്ടാഞ്ഞിട്ടല്ല, ആളെ അറിയാഞ്ഞിട്ടല്ല, എന്നിട്ടും അവരെ അറസ്റ്റ് ചെയ്ത് സംരക്ഷിക്കുന്ന കാക്കിയണിഞ്ഞ് അവരെ സംരക്ഷിക്കാൻ നിയമപരമായ നടപടികളിൽ നിന്നും അക്കൗണ്ടബിലിറ്റിയിൽ നിന്നും, അവരെ കൊല്ലും തീർക്കും ബോംബറി എന്ന് പറയുന്ന പാർട്ടിയോ ലൈനോ അല്ല ഞങ്ങളുടെ, നിയമപരമായ നടപടികളിൽ നിന്നും ഇതിന്റെ എല്ലാം അക്കൗണ്ടബിലിറ്റിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ അപ്പം ആരും ഉണ്ടാവില്ല എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ പ്രത്യേകം വീക്ഷിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് പ്രാദേശികമായിട്ട് ലഭിച്ചതാ, പോലീസ് പരിശോധിക്കട്ടെ, പിന്നെ അതിന്റെ ആധികാരികത പോലീസ് പരിശോധിക്കട്ടെ. അതിൽ അവന്റെ വീട് കൺഫേം ചെയ്ത് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാവ് ഞങ്ങൾ അത് പോലീസിന് കൈമാറും. അതിന്റെ പിന്നെ പോലീസിന് കൈമാറും. ഇത് എന്താണ് വസ്തുത എന്ന് പോലീസ് പരിശോധിക്കട്ടെ. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയതാണ്, അത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഞങ്ങൾ അതിന്റെ ആധികാരികത പോലീസ് പരിശോധിക്കട്ടെ. ഇവർക്ക് സൂചനകളുണ്ട്, പക്ഷെ ഞങ്ങൾ അതൊരു പത്രസമ്മേളനം നടത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസ് പറയട്ടെ ആരാണെന്ന്. CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. പോലീസിന്റെ സംരക്ഷണം ക്രിമിനലുകൾക്കാണ്, വിതുലിനല്ല. അങ്ങനെയാണെങ്കിൽ ഈ വീടിന് അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ സംരക്ഷണം കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഈ വീടിന് കാവൽ നിൽക്കാൻ അവർ വേണ്ട ചിലയിടത്തൊക്കെ പോയി നിന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ മിഞ്ഞാന്ന് ഇവിടെ വന്നു, ഇന്നലെ ഇവിടുന്ന് പോയി. അപ്പൊ ഇന്നലെ രാത്രിക്കാണ് സംഭവം പ്ലാൻ ചെയ്തിട്ടുള്ളത്.
സംരക്ഷണം ക്രിമിനലുകൾക്കാണ്. ഞാൻ ഈ പറഞ്ഞ കേസ് നിങ്ങളിതൊന്ന് ഗൗരവത്തിൽ, മാധ്യമങ്ങളും ഗൗരവത്തിലെടുക്കണം. ഒറ്റപ്പെട്ടതോ ഒരു കേസോ അല്ല, നിരന്തരം ഇവിടെ ഇത് ഉണ്ടാവുക. എന്താ പോലീസ് നടപടി എടുക്കാത്തെന്ന് ചോദ്യം കേരളീയ പൊതുസമൂഹം ചോദിക്കേണ്ടതല്ലേ, മാധ്യമങ്ങളെ ചർച്ചയാക്കേണ്ടതല്ലേ? ഞാൻ പോലീസിന്റെ FIR ആണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഞങ്ങൾ എന്തിനാവശ്യപ്പെടുന്നു? ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഒരു സമരം ചെയ്തതല്ലേ, നിങ്ങളെല്ലാവരും കണ്ട വിഷ്വലല്ലേ? എവിടെയാണ് അതിനകത്തൊരു അതിക്രമം ഉള്ളത്? എന്നിട്ട് അവിടുന്ന് തന്നെ മന്ത്രി എന്തൊക്കെയായിരുന്നു ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പഴയൊരു SP ചാനലിരുന്ന് പറയുന്നത് കേട്ടു. സാധാരണ ഞങ്ങൾ പിന്നെ സമരക്കാരെയാണ് തടയാറുള്ളത്, ഇത് മന്ത്രിനെ തടയേണ്ടി, മന്ത്രിയുടെ ലെവലിലുള്ള ആളുകളൊന്നും അങ്ങനെ പെരുമാറുക, നേരം ഇങ്ങോട്ട് ഇറക്കി വിടറ, അല്ലെ ഞാൻ അങ്ങോട്ട് പോട്ടറ എന്നൊക്കെ പറഞ്ഞ് അവിടെ മന്ത്രി അങ്ങോട്ട് പോണു വരുന്നതൊക്കെ കണ്ട് ഞാൻ അതിനൊന്നുമില്ല. ഒരാളുടെ കഴുത്തിന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പരിഹസിക്കാൻ ഞങ്ങളില്ല. പക്ഷേ വേദനിച്ചത് KSUക്കാരെ കൊണ്ടല്ല, സമരക്കാരെ കൊണ്ടല്ല എന്ന് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. അതെങ്കിലും മിനിമം അംഗീകരിക്കാൻ തയ്യാറാവണം. ഹോൾസെയിലായി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇറങ്ങരുത്. PR എക്സസൈസ് നടത്തി കുറേയൊക്കെ ആളുകളെ പറ്റിക്കുന്നുണ്ട്. അവനവൻ നടത്തുന്ന PR എക്സസൈസിൽ അവരവർ തന്നെ വീണു പോകരുത്. അന്ന് വലിയ രീതിയിൽ പ്രചാരണം നടന്നത് അത് മഷിയായിരുന്നു, അല്ലെങ്കിൽ അത് അഭിനയമാണ് എന്നുള്ളതാണ്. അതേ സമയത്ത് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടന്ന സമയത്ത് സമാനമായിട്ട് KSUം ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ചടിച്ചു, അഭിനയമാണ് എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് വലിയ രീതിയിൽ പലതരത്തിലുള്ള റിയാക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ടിനെ എങ്ങനെയാണ് നോക്കുകയാണ്? അല്ല, അവരെന്നെ നോക്കി കണ്ടാൽ മതി. മീശ പഠിക്കാതെ മൂക്കിന് ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്നൊക്കെ ചോദിച്ച വിദഗ്ധരുണ്ടല്ലോ അവിടെ. ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കേണ്ടതെന്നൊക്കെ എന്നെ പിന്നെ എനിക്ക് ഉപദേശം നൽകിയിരുന്ന ആളുകളുണ്ടല്ലോ. മൂക്ക് പൊട്ടിയാൽ ഫോണിൽ മിണ്ടാൻ പറ്റുമെന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നല്ലോ. വലിയ വിദഗ്ധരുണ്ടായിരുന്നല്ലോ. സർജറി എങ്ങനെ നടത്തണമെന്ന് പോലും ഡോക്ടർമാരെ ഉപദേശിച്ചിരുന്ന വിദഗ്ധരുണ്ടല്ലോ. അവർ നോക്കി കണ്ടാൽ മതി. ഞാൻ അവരുടെ നിലവാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്നിട്ട് അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തുവിട്ടല്ലോ. അന്നത്തെ റൂറൽ SP തന്നെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. പോലീസിൽ ചില ആളുകൾ ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കിയതാണ് എന്ന് റൂറൽ SP തന്നെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. അന്ന് നടന്നതിൻ്റെ എല്ലാ വിഷ്വൽസും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പിന്നെ സംപ്രേഷണം ചെയ്തല്ലോ. അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങളുടെ നിലവാരത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ അതിവിദഗ്ധരൊക്കെ ഇപ്പോൾ എവിടെയാണ് അവ ഉള്ളതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇന്നലെ ഗുരുതരാവസ്ഥയിലായിരുന്ന ആരോഗ്യത്തിൽ പുറത്ത് 4 മണിക്കാണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായ ഡിസ്ചാർജ് ആണോ? 4 മണിക്കൊക്കെ ഗുരുത് AKG സെന്ററിൽ നിന്ന് പ്ലാൻ ചെയ്ത ഒരു നാടകമാണ്. വീണ ജോർജ് അവിടെ പോവുകയും വീണ ജോർജ് ഈ ഒരു വിഷയം ഉണ്ടാക്കി തീർക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി തീർത്ത് വീണ ജോർജ് വേദന വരുന്നത് സ്പീക്കറെ കണ്ടതിന് ശേഷമാണ്. സ്പീക്കർ മുഖ്യമന്ത്രിയെ വിളിക്കുക. അതിനുശേഷമാണ് പിന്നെ ICUയിലേക്ക് പ്രവേശിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ 4 പ്രാവശ്യം ഇറക്കി. ഇയാളുടെ ഈ മരണസംഖ്യ കിടക്കുകയാണല്ലോ വീണ ജോർജ്. ഇത് അങ്ങനൊരു വ്യാജ പ്രചരണം ഉണ്ടാക്കി. വളരെ ഗൗരവമുള്ളത് ഇവിടെ ഇപ്പോൾ വാട്സപ്പ് ചാറ്റിൽ വന്നിരുന്ന കാര്യം ഇവനെ വധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇപ്പം അരീഷ് ഷുക്കൂറിനെ ജയരാജൻ്റെ കാറ് ഒന്ന് തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനകീയ വിചാരണ നൽകി അയാളെ നോട്ട് ചെയ്തുകൊണ്ട് കൊന്നത്. ഇവിടെ ഇവർ ഉള്ളിലായതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പ്രാദേശിക CPM നേതൃത്വത്തിന് എൻ്റെ വ്യഗ്രതയാണ് ഇന്നലെ പറഞ്ഞത്. ഇനി ഇവയാൾ വന്നാൽ എന്ത് ചെയ്യുമെന്നത് പ്രശ്നമാണ്. അവിടെയാണ് വിഷയം. ഇതിൽ പങ്കെടുത്ത 4-5 പിന്നെ KSU പ്രവർത്തകരെ നോട്ട് ചെയ്തുകൊണ്ട് അവരെ വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പ്ലാൻ ചെയ്യുന്നതിൽ സംശയമില്ല. കാരണം 2 കാര്യം. ഒന്ന്, ഇത് കേരളത്തിലാകെ CPIMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള വലിയ രോഷം കേരളത്തിൽ വരുന്ന വരികയാണ്. അപ്പോൾ അത് മയക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു നാടകമാണിത്. ഇപ്പോൾ ഷാഫിയെ മൂക്ക് പൊട്ടിച്ചു, അന്ന് പറഞ്ഞു ആ മൂക്ക് പൊട്ടിയിട്ടില്ല, ഷാഫിക്ക് പ്രശ്നമില്ല. KK രമയെ നിയമസഭയിൽ നിന്ന് തല്ലി കൈയൊടിച്ചു, പറഞ്ഞു നാടകമാണ്, കൈ ഒടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് CPM രൂപപ്പെടുത്തുകയാണ് കേരളം എങ്ങനെ ചർച്ച ചെയ്യണമെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മാധ്യമങ്ങൾ ഇതിലുണ്ടായ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ തയ്യാറ്. അന്ന് തീരും ഇക്കാര്യം. ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ.
ഈ ചെറുപ്പക്കാർക്കെതിരെ എടുത്തിരിക്കുന്നത് വധശ്രമത്തിനുള്ള കേസാണ്. 11 വകുപ്പുകളാണ്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് പറയുന്നു, ഈ ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ട് താങ്കൾക്കും താങ്കളുടെ പോലീസിനും ആ ചെറുപ്പക്കാർ വധശ്രമത്തിലെ കേസിൽ പ്രതികളാക്കപ്പെടാനുള്ള തെറ്റോ കുറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു പരിശോധന നടത്താൻ നിങ്ങൾ തയ്യാറായിട്ട്, സത്യസന്ധത എന്ന വാക്കിനോട് എന്തെങ്കിലും നീതി പുലർത്താൻ നിങ്ങളുടെ സംവിധാനത്തിന് കഴിയുമെങ്കിൽ ആ ചെറുപ്പക്കാർക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിച്ച് അവരെ തടവറയിൽ നിന്ന് മോചിപ്പിക്കണം. വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു കറുത്ത കഷ്ണ തുണി കൊണ്ട് 2 മുദ്രാവാക്യം വിളിച്ചതിന് വധശ്രമത്തിന് കേസ്. എങ്ങനെ പാർട്ടി സെക്രട്ടറി തന്നെ പറയാം മന്ത്രിയെ കൊല്ലാനായിരുന്നു തീരുമാനം? നാണമുണ്ടോ? ഗോവിന്ദ മാഷിനെ പോലെ ഒരാൾ CPM-ന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്ന് പറയുന്ന വർത്താനം. മന്ത്രിയെ കൊല്ലാനായിരുന്നു തീരുമാനം. എന്ത് 2 KSUക്കാർ റെയിൽവേ സ്റ്റേഷനിൽ മുദ്രാവാക്യം വിളിക്കാൻ, മുഴുവൻ ചാനലുകളും 10-35 പോലീസും ഉള്ളിടത്ത് മന്ത്രിയെ കൊല്ലാൻ വേണ്ടിയാണോ കറുത്ത തുണിയും കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ചെല്ലുന്നത്? ഇതൊക്കെ ചെയ്തു വന്ന് വളർന്ന നേതാക്കന്മാർ നയിക്കുന്ന പ്രസ്ഥാനം. ഈ സമരം പ്രതിഷേധം വലിയ തോതിലുണ്ടായിരുന്നു. ഇനി സമരം തുടരുമോ? അതായത് ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുള്ള കോൺഗ്രസ് പ്രതിഷേധം തുടരും. സമരം തുടരാതിരിക്കാൻ പറ്റുമോ? നാളെ രാവിലെ കളക്ടറേറ്റിലേക്ക് വന്ന നാളെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആരോഗ്യ രംഗത്തെ വീഴ്ചകളെ സംബന്ധിച്ചുള്ള സമരം തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിൽ ആദ്യം പറഞ്ഞ എന്താ, ആ സഹോദരിമാരുടെ കുട്ടിയുടെയും വേദന ഈ വകുപ്പിനോ ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിക്കോ ഈ ഗവൺമെന്റിനോ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. അവരുടെ അമ്മമാരുടെ പ്രതികരണം, നിങ്ങൾ ആ സഹോദരിമാരുടെ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ? ഹർഷിന എന്ന് പറയുന്ന അവർ നടത്തിയ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ? വിനോദിനിയുടെ അമ്മ നടത്തിയ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ? സമരരംഗത്തുനിന്ന് ഞങ്ങളെ പിന്മാറ്റാനും ചർച്ചയിൽ നിന്ന് വിഷയം മാറ്റാനും ഒക്കെയാണ് ഈ അക്രമവും വധശ്രമവും ഈ ബോംബെറിയലും എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ ബോംബ് കേരളത്തിൽ പൊട്ടില്ല. നിങ്ങളെ നിരന്തരം ഞങ്ങൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കും. കേരളത്തിലെ ജനങ്ങൾ അന്തിമ വിചാരണക്ക് കാത്തിരിക്കുകയാണ്. അവരുടെ വിധിയെഴുത്തും അധികം വൈകാതെ ഉണ്ടാവും. ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും നാളുകൾ അത് എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ജനാധിപത്യ സമരമല്ലേ? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പണ്ട് കരിങ്കൊടി സമരത്തിന് അന്ന് കരിങ്കൊടി സമരത്തെ ന്യായീകരിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ ഇപ്പോഴും നമ്മൾ പുറത്തു വരുന്നില്ലേ? ഇതിലുള്ള 1 ഡസൻ മന്ത്രിമാരെങ്കിലും കരികടിയുമായിട്ട് കേസിൽ പ്രതികളായിരുന്നവരാണ്. അല്ല, സമരം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞപ്പോൾ ആ സഹോദരിയുടെ വയറ്റിൽ 5 വർഷമായിട്ട് ഒരു കത്രിക പെട്ടിട്ട് ഒരു ഉത്തരവാദിത്വത്തോടെ അതിനെ സമീപിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ മുമ്പിലല്ലേ ഹർഷിന എന്ന് പറയുന്ന സഹോദരി എത്രയോ കാലമായിട്ട് ആ വേദന പറയുന്നത്. ആ വിനോദിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൈ ചികിത്സാ പിഴവ് കൊണ്ട് മാത്രം മുറിച്ചു മാറ്റേണ്ടി വന്നിട്ട് അതിന് പകരം ഒരു കൃത്രിമ കൈ വെച്ച് കൊടുക്കാൻ പോലും ഗവൺമെന്റ് വന്നില്ലല്ലോ. പ്രതിപക്ഷ നേതാവല്ലേ ചെയ്തു കൊടുത്തത്. എന്ത് ഉത്തരവാദിത്തം ഇവർക്ക് ഇവിടുത്തെ ജനങ്ങളോടുള്ളത്? അല്ല, അതല്ലാതെ എന്താ ചെയ്യുക? ഞാൻ പറയുന്നത് ഞങ്ങൾ ഒരു സെക്കൻഡ് വേണം. ഞങ്ങളുടെ സമരത്തിൽ ആർക്കെങ്കിലും ഒരു ബോംബെറിഞ്ഞു? ഞങ്ങളുടെ സമരത്തിൽ ആരെങ്കിലും ഇഞ്ചോർഡായോ? ഞങ്ങളുടെ സമരത്തിൽ ഏതെങ്കിലും പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ? ജനാധിപത്യ സമരമല്ലേ? പല രീതിയിലുള്ള സമരങ്ങളുണ്ടാവും, പക്ഷെ അതെല്ലാം ജനാധിപത്യ സമരമായിരിക്കും. മുഖ്യമന്ത്രിയുടെ നെഞ്ചിന് ഇതേ കണ്ണൂർ ജില്ലയിലല്ലേ അന്നും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിങ്ങളടുത്ത് പരിശോധിച്ചിരിക്കുക. നെഞ്ചും കൂടെ എന്താ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണോന്നാണ്, ലോഹക്കൂടാണോന്നാ ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് ചോദിച്ചത്. 2000 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് KV തോമസിനെ കരിമഷി കൊണ്ട് അഭിഷേകം ചെയ്തത്. ഇതേ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ കരിയാവല് കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു. അല്ല, മോഹൻലാലിനൊന്നും അപകടമൊന്നും വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അഭിനേതാവാണ്. ആ മേഖലയിൽ ഏറ്റവും കഴിവ് തെളിച്ചിട്ടുള്ള, രാജ്യത്ത് തന്നെ ഏറ്റവും കഴിവ് തെളിച്ചിട്ടുള്ള വ്യക്തിയിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഇവർ ഈ പറയുന്ന കള്ളത്തരത്തിനും ഗുണ്ടായുസത്തിനും അക്രമങ്ങൾക്കും ഒക്കെ മറയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഉപയോഗിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് ഇനി ഗവൺമെൻറ്റിനെ രക്ഷിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ആ ഇൻ്റർവ്യൂ ജനങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് അവർ അധികം വൈകാതെ തെരഞ്ഞെടുപ്പിൽ പുറത്തു വിടും.
പ്രേംനസീറിനെ കൊണ്ടുവന്നാലും രക്ഷപ്പെടുമെന്ന് പോയില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആധികാരികത പോലീസ് പരിശോധിക്കട്ടെ. കാരണം സ്ക്രീൻഷോട്ടിനൊക്കെ പറ്റി ഞാൻ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു സ്ക്രീൻഷോട്ടും കൊണ്ട് എന്തോരം കള്ളപ്രചരണങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ട് എന്തെല്ലാം വടകരയിൽ നടത്തി. നിങ്ങൾ ഒരു ചോദ്യം അതിനെപ്പറ്റിയും കൂടെ ചോദിക്കണം. മാധ്യമപ്രവർത്തകർ നിങ്ങളൊക്കെ അതിനെപ്പറ്റി എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളല്ലേ. എന്ത് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിൽ ആ സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നത്? എന്തേ അതിനപ്പുറം പോവാൻ പോലീസിന് കഴിയാതെ പോകുന്നത്? അപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ ആധികാരികത അത് പോലീസ് പരിശോധിക്കട്ടെ. ഞങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്കില്ല. ഓക്കെ. പിന്നെ സമരക്കാർക്ക്, കേരളത്തിലെ സമരം ചെയ്യുന്ന, ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകൾ, ഇതിപ്പോൾ രണ്ട് കാര്യം പരിശോധിക്കണം. ഒന്ന്, അവിടെയും യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റിനെ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ കള്ളക്കേസിൽ അകത്തിടുകയാണ്. നിങ്ങൾക്കറിയാം, AI സമ്മിറ്റിൽ നടന്ന സമരത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റിനെ കള്ളക്കേസ് എടുത്തിട്ട് അവിടെ അകത്തിട്ടിരിക്കുകയാണ്. എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെയും അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. രണ്ടിടത്തും ഞങ്ങൾക്ക് പറയാനുള്ളത്, ജനാധിപത്യ സമരങ്ങൾക്ക് അവനവൻ്റെ വീട്ടിലെ കാര്യത്തിനും അതിർത്തി തർക്കത്തിനും അല്ല, നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ചെറുപ്പക്കാർ സമരരംഗത്ത് ഇറങ്ങുന്നത്. അവർക്ക് പിന്തുണ കൊടുക്കാനും സംരക്ഷിക്കാനും കേരളത്തിലെ UDF പ്രസ്ഥാനത്തിന് കഴിയും, പാർട്ടിക്ക് കഴിയും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ അവരൊക്കെ സമരരംഗത്ത് നിന്ന് പിൻവാങ്ങും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യൂത്ത് കോൺഗ്രസും KSUവും UDFൻ്റെ മറ്റ് യുവജന പോഷക സംഘടന പ്രസ്ഥാനങ്ങളും ഒക്കെ തുടർന്നും സമരരംഗത്തുണ്ടാകും. ഇവരിൽ നിന്നുള്ള മോചനം കേരളത്തിന് സാധ്യമാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റിയിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.